को उठा के प्रभु को धन्यवाद देंगे। हालेलुया। പരിശുദ്ധ ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. परमेश्वर के नाम को एक और बार दिल से मैं धन्यवाद देता हूँ। വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഡുംഗർപൂർ സഭയുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എളിവനാകുന്ന എന്നെയും ദൈവം ഒരുക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. एक और बार यहाँ पर आने के लिए, आप लोगों के साथ में मिलकर वचन की सेवा करने के लिए प्रभु ने अवसर दिया। मैं दिल से प्रभु को धन्यवाद देता हूँ। ഇപ്പോൾ ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ സന്തോഷ് പാസ്റ്റർ കുടുംബം, കെ വർഗീസ് പാസ്റ്റർ കുടുംബം, അതുപോലെ തന്നെ വളരെ നാളുകൾക്ക് ശേഷം കണ്ട് ഒന്നിച്ച് ആരാധിപ്പാൻ ഇടയായ പ്രിയ സാംസൺ, അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ സഹോദര സഹോദരിമാരും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ധന്യവാദം, നമസ്കാരം. और आप सभी के लिए, विशेष करके स्थानीय कलीसिया के सेवकों के लिए और विशेष सैमसन के लिए कि बहुत सालों के बाद में मिलकर इस प्रकार से आराधना करने का अवसर प्रभु ने दिया, मैं उसके लिए परमेश्वर को धन्यवाद देना चाहता हूँ। പഴയ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു പോകുന്നത് സമയ ലാഭിക്കാൻ പറ്റുന്ന കാര്യമല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും അധികമായി കടന്നു പോകുന്നില്ല. और पुरानी यादों में यदि मैं जाऊं तो बहुत लंबा समय चला जाएगा, इसलिए मैं उस ओर नहीं जाना चाहता हूं। കുറച്ച് കാര്യങ്ങൾ ബഹുമാന്യ കർത്തൃദാസനും പ്രിയ സാംസണും കൂടെ പറഞ്ഞു കഴിഞ്ഞു. और कुछ बातें मैंने और सैमसन ने यहाँ पर बोल दी है। പക്ഷെ കെ വർഗീസും കുടുംബം ഇവിടെ ശുശ്രൂഷയ്ക്കായി കടന്നു വരുമ്പോൾ അവരുടെ കൂടെ 2 കുഞ്ഞുങ്ങളെ ഉള്ളായിരുന്നു. और जब पास्टर के वर्गीस डूंगरपुर में सेवकाई के लिए आए थे, उनके 2 बच्चे ही थे, ആശിഷ് और संतोष, और मेरी बड़ी दीदी आशीष और मैं। ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. और बहुत छोटे थे वे उस समय। ഞങ്ങളുടെ സാംസൺ ഡുംഗർപൂറിൻ്റെ സന്താനമാണ്. और सैमसन का जन्म डूंगरपुर में हुआ। ഡുംഗർപൂരിലെ ആണ് അദ്ദേഹത്തിൻ്റെ ജനനം നടന്നത്. और यहाँ पर वो उसका बचपन से वो यहाँ पे रहा। അതുകൊണ്ട് പ്രിയ മകനുമായി ഒത്തിരി അടുത്ത് ഇടപെടുവാൻ, സ്നേഹിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട്. और प्रभु ने हमें अवसर दिया उसको बाल्यावस्था से देखने के लिए और उसको प्रेम करने के लिए। ഏതാണ്ട് 1991 വരെ ഒന്നിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ദേശത്ത് അവസരമുണ്ടായി. और 1991 तक, 90-91 के उन वर्षों तक यहाँ पर रहकर यहाँ के लोगों के साथ में कलीसिया आराधना में भाग लेने के लिए प्रभु ने मेरी सहायता की। ആ കാലങ്ങളിൽ വളരെ ഞെരുക്കവും കഷ്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നിച്ച് ഒരു കുടുംബം പോലെ ജീവിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്കൊക്കെയും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതിനായി ദൈവത്തിന് സ്തോത്രം. और वो समय काफी आर्थिक तंगी का समय था, लेकिन प्रभु में हम आनंदित थे। एक परिवार के समान हम मिलकर प्रभु की महिमा आराधना करते थे। സാംസൺ ജീവിതത്തിൽ ഇത്രയും ഉന്നതമായ പദവിയിലൊക്കെ ചെന്നെത്തി എങ്കിലും ഈ എളിവരെ മറന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. और मुझे इस बात की खुशी है कि प्रभु ने सैमसन को अच्छी रीति से आशीषित किया, लेकिन इसके बावजूद भी वो हमें नहीं भूला। उसके लिए मैं प्रभु को धन्यवाद देता हूँ। സന്തോഷ് ഭാഷും കുടുംബവും അതുപോലെ ആശിഷൊക്കെ ആയിട്ട് പല പ്രാവശ്യം കാണുകയും സഹകരിക്കുകയും ആരാധിപ്പിക്കാനും ഒക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ടെന്നാൽ 91 ശേഷം സാംസണുമായി ആരാധിപ്പാൻ ദൈവം തന്ന ഈ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और मेरी बड़ी बहन के साथ में और मेरे साथ में कई बार यहाँ पर आराधना में भाग ले चुके हैं अंकल, लेकिन सैमसन के साथ में 90 के बाद में पहली बार इस रीति से वे आराधना में भाग ले पा रहे हैं। പഴയ കാര്യങ്ങളൊക്കെയും പലപ്പോഴും ജീവിതത്തിൽ പലപ്പോഴും അയവറക്കാറുണ്ട്. और अक्सर मैं पुरानी बातों को सोचता हूँ, അതെല്ലാം പറയാനുള്ള സമയമല്ലിപ്പോൾ. और वो बोलने का समय अभी नहीं है। എങ്കിലും ദൈവം നമ്മെ എല്ലാവരെയും പിന്നെയും അനുഗ്രഹിക്കട്ടെ. हमारा प्रभु हमें और अधिक आशीषित करने पाए। വിശേഷാൽ സാംസനെയും കുടുംബത്തെയും ദൈവമായിരിക്കുന്ന സ്ഥാനത്ത് പിന്നെയും ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. और प्रभु सैमसन परिवार को और अधिक सामर्थ्य के साथ में आने वाले दिनों में इस्तेमाल में लेने पाए। സന്തോഷ് ഭാഷയും ആശിഷിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. बस संतोष को, बहन आशीष को भी प्रभु आशीषित करने पाए। ഭാഷ കെ വർഗീസും കർത്തൃദാസി കൊണ്ടല്ലോ പ്രിയപ്പെട്ടവൻ ശരീരത്തിൽ സൗഖ്യമില്ലാതിരിക്കുന്നു. വളരെ നാളുകളായി ഞങ്ങളും ആ വിഷയത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം കൊടുത്ത ആശ്വാസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. प्रभु के दास के लिए पिछले दिनों से हम प्रार्थना कर रहे थे। प्रभु ने जो राहत उन्हें दी है उसके लिए हम प्रभु को धन्यवाद देते हैं। ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. जो भलाइयाँ प्रभु ने हमारे जीवन में की है, जब हम उनको याद करते हैं हम शांत नहीं बैठ सकते। ഞാൻ പലപ്പോഴും പ്രസംഗത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സഭയിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്. और जब मैं प्रचार के लिए खड़ा होता हूँ तो अक्सर मैं कलीसिया में ये बात लोगों को कहता हूँ, ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, നന്ദി പറയുവാൻ
പ്രത്യക്ഷമായി യാതൊരു കാര്യവും നമ്മുടെ നടുവിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയിൽ വരുന്നില്ല എങ്കിലും और जब हम प्रभु की आराधना के लिए एकत्रित होते हैं, हो सकता है हमें कुछ ऐसा कारण नहीं दिखाई दे कि उसको सोचकर हम प्रभु को धन्यवाद दे सके, എടുത്തു പറയത്തക്ക ഒരു നന്മയും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ലെന്ന് വരാം. या हो सकता है हमें लगे कि कोई भलाई मेरे जीवन में इस सप्ताह नहीं हुई है. എന്നാൽ ഒരു കാര്യം, നാം നമ്മെ തന്നെ നമ്മുടെ ശരീരത്തെ ഒന്ന് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. लेकिन यदि हम हमारे शरीर को जरा ध्यान से देखेंगे कि हमारा शरीर हाथ पैर सही रीति से चल रहा है, उस बात ही पर्याप्त है कि हम प्रभु को धन्यवाद देना आरंभ कर दें. മനുഷ്യന്റെ കരത്താൽ അല്ലെങ്കിൽ ബുദ്ധിമാന്മാരുടെ കരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട പല മിഷനുകളും പണിമുടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരത്താൽ നിർമ്മിക്കപ്പെട്ട എന്റെ നിന്റെ മിഷൻ പണിമുടക്കണമെങ്കിൽ ആ ദൈവം ആഗ്രഹിക്കണം. देखिए, मनुष्य के हाथों के निर्मित एक मशीन अक्सर खराब हो जाती है, लेकिन परमेश्वर के हाथों के द्वारा निर्मित यह शरीर कैसे चलना है वो परमेश्वर ही निर्धारित करता है. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുണ്ട്? കഴിഞ്ഞ ആയുഷിന്റെ കാലങ്ങളിലെല്ലാം ഈ മിഷൻ പണിമുടക്കാതെ നിരന്തരമായി പോകുവാൻ എൻ്റെ സൃഷ്ടാവ് എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ നന്ദിയുള്ള ഹൃദയത്തോടെ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? कितने लोग आज की सुबह आनंदित है कि ये शरीर जो प्रभु ने मुझे दिया है ये बिना रुके यहाँ तक चल रहा है. आपके शरीर के अंग सही रीति से कार्य कर रहे हैं. उन बातों को सोचते हुए हमें प्रभु को धन्यवाद देते रहना है. എഴുന്നേറ്റ് നടക്കുവാൻ എൻ്റെ നിന്റെ ശരീരത്തിന് ബലമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്, അവൻ നന്ദി പറയേണ്ടതാണ്. प्रियो, यदि मैं और आप आज चल फिर सकते हैं, हमारे भुजबल से नहीं है, प्रभु का अनुग्रह है, उसको याद करते हुए हमें परमेश्वर को धन्यवाद देते रहना. ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണത്തിന്റെ ബലം കൊണ്ടല്ല ഞാൻ നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. कल रात को जो भोजन खाया उस भोजन के बल के कारण नहीं है मैं आज यहाँ पर खड़ा हूँ. ഒരുപക്ഷെങ്കിൽ നല്ല പോഷക ഗുണമുള്ള ആഹാരമായിരിക്കാം കഴിച്ചത്. हो सकता है बहुत ही पौष्टिक भोजन खाया होगा. നമ്മള് അത് മാംസങ്ങളോ അതുപോലുള്ള പോഷക ഗുണമുള്ള ആഹാരങ്ങളോ കഴിച്ച് തൃപ്തി പ്രാപിച്ചായിരിക്കാം കഴിഞ്ഞ രാത്രി ഉറങ്ങിയത്. हो सकता है बहुत ही अच्छा पौष्टिक भोजन खाकर मैं रात को सोया होगा. എന്നാൽ അതിന്റെ ബലം കൊണ്ടല്ല ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ കഴിഞ്ഞത്. ദൈവത്തിന്റെ കരുണ എൻ്റെ നിന്റെ മേലുണ്ടായിരുന്നു. उस भोजन की ताकत के कारण मैं आज सुबह उठा नहीं, मेरे प्रभु ने अनुमति दी, इसीलिए मैं उठ पाया और आज आपके बीच में मैं खड़ा रह रहा हूं. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ എന്നെ നിങ്ങളെ കൂട്ടിവരുത്തിയ ദൈവത്തിന് ഒരിക്കൽ കരമുയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. जो प्रभु मुझे और आपको यहाँ पर सुरक्षित लेकर आया है, उस प्रभु के लिए क्यों न अपने हाथों को उठाकर हम मिलकर परमेश्वर को धन्यवाद दें और के प्रभु धन्यवाद, आपने मुझे बल दिया, मुझे सुरक्षित यहाँ पर लेकर आए. നമ്മെപ്പോൾ അനേകര് ആശുപത്രി കിടക്കളെ അഭയം പ്രാപിച്ചപ്പോൾ ചിലർ ഭവനത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എന്നെ നിന്നെയുമായി ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ കരുണയാണ്. പ്രൈസ് ദി ലോർഡ്. और प्रियो, कई लोग बीमारी के साथ में घरों में है, बिस्तरों में है, चल फिर नहीं सकते, लेकिन प्रभु ने मुझे और आपको बल दिया, सामर्थ्य दी और इस भवन में वो लेकर आया. ये परमेश्वर की दया है, इसको कभी न भूलना है. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയുള്ള ഹൃദയങ്ങളായി തുടിച്ച ഉയരണം. പ്രൈസ് ദി ലോർഡ്. प्रियो, हमारा दिल धन्यवाद के साथ में उमड़ता रहना जरूरी है. പകലത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. प्रभु के वचन की ओर हम जाना चाहेंगे. യോഹന്നാന്റെ സുവിശേഷം यूहन्ना रचित सुसमाचार 2-ാം അധ്യായം और उसका दूसरा अध्याय, അതിലെ 1-2 വാക്യം. उसका 1 और 2. फिर तीसरे दिन गलील के काना में किसी का विवाह था और यीशु की माता भी वहां थी. यीशु और उसके चेले भी उस विवाह में निमंत्रित थे. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗം അറിയാൻ വയ്യാത്തവരായി ആരെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. और मैं समझता हूं कि आप में से अधिकांश लोग इन पदभागों को, इस घटना को जानते हैं. യോഹന്നാന്റെ സുവിശേഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് വായിച്ചു കേട്ടത്. और यूहन्ना रचित सुसमाचार की एक प्रमुख वचन भाग है यह. 4 സുവിശേഷങ്ങളിൽ യേശു കർത്താവിനെ വ്യക്തമായി വരച്ചു കാണിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. और नए नियम के अंदर आरंभिक 4 पुस्तकें जो 4 सुसमाचार है, उसमें सबसे अधिक स्पष्ट रीति से प्रभु यीशु मसीह के बारे में वर्णन आपको यूहन्ना सुसमाचार में मिलता है. മത്തായിയുടെ സുവിശേഷം യേശുവിനെ യഹൂദന്മാരുടെ രാജാവായി വരച്ചു കാട്ടുമ്പോൾ
मत्ती रचित सुसमाचार में प्रभु यीशु मसीह यहूदियों के राजा के रूप में चित्रित किया गया है। മർക്കോസ് യേശുവിനെ ഒരു ദാസനായി ചിത്രീകരിക്കുന്നു. मरकुस एक सेवक के समान, एक दास के समान यीशु को चित्रित करता है। ലൂക്കോസ് യേശുവിനെ ഒരു മനുഷ്യപുത്രനായി ചിത്രീകരിക്കുന്നു. लूक एक मनुष्य के पुत्र के समान यीशु का चित्रण करता എന്നാൽ है। യോഹന്നാൻ യേശുവിനെ ദൈവപുത്രനായി വരച്ചു കാട്ടുകയാണ്. लेकिन यूहन्ना रचित सुसमाचार में यीशु मसीह को परमेश्वर के पुत्र के रूप में प्रकट किया गया है। അങ്ങനെ യോഹന്നാൻ ദൈവത്വത്തെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം മുഴുവനും. और यूहन्ना रचित सुसमाचार में प्रभु यीशु मसीह के ईश्वरत्व को प्रकट करते हुए कई पदभागों को आप देख सकते हैं। നമ്മുടെ വായിച്ച വേദഭാഗം യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭ ഘട്ടത്തിൽ നടന്ന ഒരു അത്ഭുത പ്രവൃത്തികളെ കുറിച്ചാണ്. और जो वचन हमने यहाँ पर पढ़े प्रभु यीशु मसीह की सेवकाई के आरंभिक दिनों की घटनाओं में से एक घटना है। वह അതിന്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മൂന്നാം നാൾ ഗലീലയിലെ കനാവിൽ ഒരു കല്യാണം ഉണ്ടായി. फिर तीसरे दिन गलील के काना में किसी का विवाह था। യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. और यीशु और उसके चेले भी उस विवाह में निमंत्रित थे। അപ്പോൾ ആ കല്യാണത്തിന് യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചത് കൊണ്ട് അവർ കടന്നുപോയി. और वहां पर यीशु और उसके चेलों को आमंत्रित किया गया था, इसलिए वे लोग वहां आए। ആ കല്യാണത്തിന്റെ വിശേഷങ്ങളോ അവിടുത്തെ കാര്യങ്ങളോ ഒന്നും പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. और उस विवाह के बारे में, वहां के अन्य बातों के बारे में मैं आज नहीं कहना चाहता। യേശുവിനെ ശിഷ്യന്മാരെയും ആ വിവാഹ ശുശ്രൂഷയിൽ അവർ ക്ഷണിച്ചത് കൊണ്ട് അവരോടെ കടന്നുപോയി. और यीशु और उसके चेले भी उस विवाह में निमंत्रित थे, निमंत्रण था, इसलिए वे वहां पर गए। അവിടെ നമ്മുടെ സദ്യക്ക് ആഹാരം വിളമ്പുന്ന പോലെയല്ല, അവിടെ വീഞ്ഞാണ് അവർക്ക് പ്രധാനപ്പെട്ട ആഹാരമായി വിളമ്പുന്നത്. പറയിച്ചല്ലോ. और उन दिनों में वहां के लोगों के बीच में जब कोई समारोह होता था, तब ऐसे समयों में दाखरस लोगों को दिया करते थे। അങ്ങനെ ആ കല്യാണ സദ്യക്ക് ഇരുന്നവർക്കെല്ലാം വീഞ്ഞ് വിളമ്പി, വന്നവർ വീഞ്ഞ് കുടിച്ചു, സദ്യ കഴിച്ചു, മടങ്ങിപ്പോകുന്നു. എന്നാൽ അവിടെ വീഞ്ഞിന് പോരായ്മ വരികയാണ്. और हम देखते हैं कि वहां पर लोग आने लगे, उनको दाखरस परोसा जाने लगा, लेकिन वहां पर दाखरस घट गया या समाप्त हो गया। കല്യാണ വീട്ടില് ആഹാരം പോരാതെ വന്നാൽ, പിന്നെയും ഭക്ഷിക്കാൻ ആൾക്കാർ ബാക്കിയുള്ളപ്പോൾ പോരാതെ വന്നാൽ, ആ വീട്ടുടയവന്റെ ഹൃദയത്തിന്റെ വേദന എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. और विवाह के घर में यदि भोजन कम पड़ जाए तो जो मेजबान होता है उसकी दिल की हालात क्या होगी, हम आराम से समझ सकते हैं। ഇവിടെ വീഞ്ഞ് തീർന്നു, ആ വീട്ടുടയവൻ വളരെ വിഷമത്തിലായി. और यहाँ पर दाखरस घट गया, घर का स्वामी दुखी हो गया। ആ വിഷമം അറിഞ്ഞ യേശുവിന്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, അവരുടെ വീഞ്ഞ് തീർന്നു പോയെന്ന് പറഞ്ഞു. और यीशु की माता ने उससे कहा कि दाखरस समाप्त हो गया है। നമുക്കറിയാം, യേശു ആ അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ എനിക്ക് നിനക്ക് എന്താ ഇതിനകത്ത് കാര്യം, വീഞ്ഞ് തീർന്നെങ്കിൽ നമുക്കെന്താ കാര്യം എന്ന് പറഞ്ഞ് അവളെ മടക്കി അയക്കുന്നു. और यीशु ने उससे कहा, हे महिला, मुझे तुझसे क्या काम, अभी मेरा समय नहीं आया। യേശു അവിടെയുള്ള ബാലിക്കാരോട് പറഞ്ഞു, കിടക്കുന്ന ആ മുറ്റത്ത് ചെതറിക്കിടക്കുന്ന കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. हम देखते हैं कि यीशु मसीह ने कहा कि बाहर कुछ मटके हैं, पत्थर के 6 मटके धरे हैं, उनमें मुहामुह पानी भरने को बोला। വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. അവിടെ ഇപ്പോൾ ആവശ്യമുള്ളത് രുചികരമായ വീഞ്ഞാണ് ആവശ്യം. അതെ, വിരുന്നുകാരെ പോഷിപ്പിക്കുവാൻ, വിരുന്നുകാരെ സന്തോഷിപ്പിക്കുവാൻ അവർക്ക് വീഞ്ഞാണ് ആവശ്യം. എന്നാൽ യേശു അവരോട് പറഞ്ഞു, വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. हम देखते हैं कि वहां पर उस परिवार की जरूरत थी दाखरस, समाप्त हुआ था दाखरस, लेकिन यीशु ने क्या बोला, उन बर्तनों के अंदर क्या भरने को बोला, पानी भरने को बोला। അവിടെ ആർക്കും വേണ്ടാതെ കിടന്ന കൽപ്പാത്രങ്ങൾ, അല്ലെങ്കിൽ കൈകാലുകൾ കഴുകുവാൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൽപ്പാത്രങ്ങൾ കാണിച്ചിട്ട് യേശു പറഞ്ഞു, ഇതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. और हम देखते हैं कि बाहर की तरफ कुछ पत्थर के मटके थे, जिसके अंदर का पानी हाथ पैर धोने के लिए इस्तेमाल में लिए जाता था, उन मटकों को पानी से भरने को बोला। നമുക്കറിയാം, അവിടെ വെള്ളം നിറച്ചു. വെള്ളം നിറഞ്ഞതിന് ശേഷം ആ ബാല്യക്കാർ അതിൽ വക്കോളം വെള്ളം നിറച്ചതിന് ശേഷം യേശു അവരോട് പറഞ്ഞു, കോരി വിരുന്നുകാരി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. और हम देखते हैं कि मटकों में पानी भर के उसने उन्हें मुहामुह भर दिया। तब उसने उनसे कहा, अब निकाल कर भोज के प्रधान के पास ले जाओ। വിരുന്നുവാഴി ആ വീഞ്ഞിന്റെ രുചി നോക്കിയിട്ട് പറഞ്ഞു, ഇത്ര ശ്രേഷ്ഠമായ വീഞ്ഞ് ഇതുവരെ നീ എവിടാ വെച്ചിരുന്നത്? और भोज के प्रधान ने वह पानी चखा जो दाखरस बन गया था और नहीं जानता थे कि वह कहां से आता है। उसने कहा, इतना अच्छा दाखरस अब तक कहां रख छोड़ा है। ഇതെവിടെ കിടക്കുക? പുറത്ത് കിണറിന്റെ സൈഡില്, പുറത്ത് പറമ്പില്, അത് എറിയപ്പെട്ട് കിടന്ന, അല്ലെങ്കിൽ ഉപയോഗമില്ലാതെ കിടന്ന, അല്ലെങ്കിൽ മാന്യമായ ഉപയോഗത്തിന് ഉപയോഗിക്കാതെ കിടന്ന
കൽപ്പാത്രങ്ങളിലെ വെള്ളമാണ് ഇവിടെ കോരിക്കൊടുത്തതെന്ന് കോരിക്കൊടുത്തവരല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. आप देखिए, जिन्होंने पानी भरा था, जिन्होंने वो पानी लेकर लोगों को दिया, केवल उन्हें मालूम था ये मटके कौन से थे, कहां पर बन में पानी भरा था. അപ്പോൾ ഈ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി, ശ്രേഷ്ഠമായ മുന്തിരിച്ചാറാക്കി വിരുന്നുകാർക്ക് കൊടുക്കുവാൻ യേശു അവിടെ അത് അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. आप देखिए, पानी को दाखरस में रूपांतरित करने वाला अद्भुत कार्य यीशु मसीह ने वहां पर किया. എൻ്റെ നിങ്ങളുടെ ജീവിതം ആർക്കും പ്രയോജനമില്ലാത്തതായി നമുക്ക് തോന്നിയാലും നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. प्रियो मेरे और आपके जीवन के अंदर यदि हमें लग रहा होगा कि ये किसी काम का नहीं, लेकिन प्रभु आपके जीवन को बहुतेरों के लिए उपयोगी बना सकता है, बहुतेरों के लिए लाभदायक बना सकता है. ഒരുപക്ഷെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരായി ആരാനും മാന്യത കൽപ്പിക്കാതെ ആരാരും അത് ഗവനിക്കാതിരിക്കുന്ന ജീവിതങ്ങളാണെങ്കിലും ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വന്നാൽ നീ ദൈവത്തിന്റെ മകനായി തീർന്നാൽ നിന്നെ കൊണ്ട് പലതും ചെയ്യിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. प्रियो मैं आपसे कहूं, आपके जीवन में अकेलेपन से आप गुजर रहे होंगे, बेबसी से गुजर रहे होंगे, लेकिन आपका परमेश्वर आपके जीवन को बहुतेरों के लिए उपयोगी बना सकता है, बहुतेरों के लिए आशीष का कारण आपके जीवन को वो बना सकता है. മാനപാത്രങ്ങളല്ലാതെ വെളിയിൽ എറിഞ്ഞു കിടന്ന പാത്രങ്ങളെ ഇന്ന് വളരെ പ്രധാനമുള്ള പാത്രങ്ങളായി മാറ്റുവാൻ അത് ഉടയവന് കഴിഞ്ഞെങ്കിൽ എന്നെയും നിന്നെയും ദൈവത്തിന് കൊള്ളാവുന്ന പാത്രങ്ങളായി മാറ്റുവാൻ എന്റെ ജീവന്റെ ഉടമനായ കർത്താവിന് കഴിയും. എത്ര പേർ ദൈവത്തിന് സ്തോത്രം. घर के बाहर पड़े हुए पात्रों को यीशु मसीह ने इस्तेमाल करवा कर उस घर की निंदा को दूर करने वाले पात्र के रूप में रूपांतरित कर दिया. तो आज की सुबह परमेश्वर आपसे कहता है, आपको लग रहा होगा कि आपका जीवन शून्यता भरा है, आपको लग रहा होगा कि आपका जीवन किसी कार्य का नहीं है, लेकिन आपका परमेश्वर आपकी जिंदगी को बदलकर, आपके अनुभवों को बदलकर आपको बहुतेरों के लिए आशीष का कारण बनाना चाहता है. അന്ന് വരെ അവർ രുചിച്ചു നോക്കിയിട്ടില്ലാത്ത തരം ശ്രേഷ്ഠകരമായ വീഞ്ഞ് ആ കൽപ്പാത്രങ്ങളിൽ ഉളവായത് എങ്ങനെയെന്ന് അത് ഉണ്ടാക്കിയവന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ അത് ദാഹിച്ചിരിക്കുന്ന ജനത്തിന് ആവശ്യക്കാരന് ശ്രേഷ്ഠകരമായ രുചികരമായ വീഞ്ഞായി അവരുടെ പക്കലേക്ക് വിളമ്പുവാൻ അത് കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. आप देखिए, वह दाखरस जब लोगों ने पिया, वे गवाही दे पाए कि इतना अच्छा दाखरस कहां से आया. ഒരുപക്ഷെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ നാം തള്ളപ്പെട്ടവരായിരിക്കാം, ആർക്കും വേണ്ടാത്തവരായിരിക്കാം, നമ്മെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് ലോകം വിധിയടിയാക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലും നിന്നിലും കുടികൊണ്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ, നാം മറ്റുള്ളവർക്ക് ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ കൊടുക്കുന്നവരായി മാറുമെന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. परमेश्वर का आत्मा आज की सुबह मुझसे और आपसे कहता है कि मेरा और आपका जीवन हमारी दृष्टि में होगा शायद किसी काम का नहीं होगा, लेकिन परमेश्वर हमारे जीवन को बहुतेरों के लिए आशीष का कारण और लाभ का कारण बताना चाहता है. ഒരുപക്ഷെങ്കിൽ നാം പുറംപറമ്പിൽ കിടന്നവരായിരിക്കാം, ഒരുപക്ഷെങ്കിൽ ആരുടെ മുമ്പിൽ മാന്യതയില്ലാത്തവരായിരിക്കാം, എന്നാൽ ഈ ദൈവത്തിന്റെ കരുണയുടെ കരം അല്ലെങ്കിൽ അവന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിഞ്ഞുവെങ്കിൽ നിശ്ചയമായി അവൻ നമ്മെ മാന്യപാത്രങ്ങളായി ഉപയോഗിക്കാൻ അവന് കഴിയുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. प्रिय, हो सकता है हमारा जीवन हमें लग रहा होगा किसी काम का नहीं है, लेकिन प्रभु हमारे जीवन को बहुतेरों के आशीष का कारण बनाकर रूपांतरित करना चाहता है. ഇവിടെ നമുക്കറിയാം, പുറംപറമ്പിൽ എറിയപ്പെട്ട് കിടന്ന കൽപ്പാത്രങ്ങളിലാണ് ഈ ശ്രേഷ്ഠകരമായ വീഞ്ഞ് നിറച്ചിരിക്കുന്നത്. आप देखिए, घर के बाहर पड़े हुए बर्तनों को परमेश्वर ने इस्तेमाल में लिया दाखरस को बांटने के लिए. ഇത്ര ശ്രേഷ്ഠകരമായ വീഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന് വിരുന്നുവാഴി ചോദിക്കുമ്പോൾ അത് വിരുന്നുവാഴിക്ക് അറിയത്തില്ല, വീട്ടുടവൻ അറിയത്തില്ല, മറിച്ച് ആർക്കറിയാം? എന്റെ കർത്താവിനും വെള്ളം കോരിക്കൊടുത്ത ബാല്യക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. इतना अच्छा दाखरस कहां से आया किसी को नहीं मालूम, भोज के प्रधान को नहीं मालूम, घर वालों को नहीं मालूम, केवल मेरा परमेश्वर जानता है और वे सेवक लोग जानते हैं जिन्होंने इसमें पानी भरा. ലോകം എന്നെയും നിന്നെയും നിസ്സാരൻ പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നില കുടികൊള്ളുന്നുണ്ടെങ്കിൽ നിശ്ചയമായി എന്നെയും നിന്നെ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. प्रियो, मेरा और आपका परमेश्वर दुनिया हमारे बारे में कुछ भी क्यों न बोले, लेकिन हमारी अवस्थाओं को बदलकर हमें आशीष के स्थान के ऊपर प्रभु हमें खड़ा करता है. ഈ പുറംപറമ്പിൽ കിടന്ന കൽപ്പാത്രങ്ങളിൽ നിറയപ്പെട്ട വെള്ളത്തിന്റെ രുചി എന്ന് വർണ്ണിപ്പാൻ ആർക്കും കഴിയത്തില്ല. ശ്രേഷ്ഠകരമായ വീഞ്ഞായി അത് രൂപാന്തരം പ്രാപിക്കുക മാത്രമല്ല, അത് ജനത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക കൂടെ ചെയ്യും.
ചെയ്യുകയാണ്. और हम देखते हैं कि लोगों ने, सेवकों ने भरा तो पानी था, लेकिन जब वो बांटा गया वो दाखरस बन गया और उसका स्वाद चखने के बाद में लोग कहने लगे ये कहां से आया. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലും നിന്നിലും കുടികൊള്ളുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മെ ശ്രേഷ്ഠകരമായ അവസ്ഥയിലേക്ക് നടത്തുവാനും നമ്മെ രുചിയുള്ളതാക്കി മാറ്റുവാനും നമ്മുടെ ദൈവത്തിന് കഴിയും. प्रियो, मेरा और आपका परमेश्वर हमारे जीवन को रूपांतरित करना चाहता है. एक मधुरता के अनुभव के अंदर प्रभु हमें स्थापित करना चाहता है. കൽപ്പാത്രങ്ങളിലാണ് വീഞ്ഞ് നിറഞ്ഞിരിക്കുന്നത്. पत्थर के बर्तनों में दाखरस, അത് പുറംപറമ്പിൽ കിടക്കുന്നതാണ്. बाहर पड़ा हुआ बर्तन था. അത് കാല് കഴുകാൻ മാത്രമേ അതിനായി വെള്ളം ഉപയോഗിക്കാറുള്ളൂ. हाथ पैरों को धोने के लिए उसके जल का इस्तेमाल किया जाता था. ഞാൻ വിചാരിക്കുന്നു ഈ പാത്രത്തിലാണ് വീഞ്ഞിരിക്കുന്നതെന്ന് അകത്തുള്ള വിരുന്നുകാർ ആരെങ്കിലും അറിഞ്ഞെങ്കിൽ അവർ ഇതിൽ നിന്ന് കുടിക്കുകയില്ല. यदि अंदर बैठे हुए किसी को मालूम पड़ता कि इन बर्तनों में पानी भरकर दाखरस बांटा जा रहा है तो वो पीते नहीं. എന്നാൽ അന്ന് വരെ അവർ കുടിക്കാത്ത രുചിയുള്ള വീഞ്ഞ് ഈ പുറത്ത് കിടക്കുന്ന കൽപ്പാത്രങ്ങളിൽ നിന്ന് ഉളവാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. लेकिन एक अच्छा दाखरस बाहर पड़े हुए बर्तनों के अंदर से उत्पन्न करने के लिए मेरा परमेश्वर सामर्थी है. എന്നെ നിന്നെയും ലോകം ചിലപ്പോൾ മാനിക്കുന്നില്ലായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. आज हो सकता है संसार आपको एक कीमत नहीं दे रहा होगा. എന്നെ നിന്നെ കാണുമ്പോൾ ലോകം ചിലപ്പം പറഞ്ഞേക്കാം ഈ നിസാരന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചേക്കാം. और हो सकता है लोग हमें देखकर कहेंगे कि ये व्यक्ति क्या कर पाएगा. എന്നാൽ ലോകത്തിന് അറിയത്തില്ല എന്നിലും നിന്നിലും പകർന്നിരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി എന്തെന്ന് അവർക്കറിയത്തില്ല. ആ ശക്തി കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. लेकिन प्रियो, पवित्र आत्मा की जो सामर्थ मेरे और आपके अंदर है वो सामर्थ इतनी पर्याप्त है कि मेरे और आपके द्वारा असाधारण कार्यों को वो बातें कर पाए. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. परमेश्वर के लिए कुछ भी असंभव नहीं. മനുഷ്യർ ചിലപ്പോൾ നമ്മൾ നിസാരന്മാരായി എന്ന് കണ്ടേക്കാം. मनुष्य शायद हमें हल्के में लेगा. ഓ ഇവരെ നിസാരന്മാർ, ഇവരെ കൊണ്ട് എന്ത് കഴിയും എന്നൊക്കെ ചോദിച്ചേക്കാം. ये व्यक्ति कुछ कर नहीं पाएगा, ऐसा शायद लोग हमें देखकर बोलेंगे. എന്നാൽ അവർക്കറിയത്തില്ല ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ നിന്നിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ എന്നെ നിന്നെ ലോകത്തിൽ ഹല്ലേലൂയ ആള് മാറിയവരെ പോലെ കൊണ്ടു നടക്കുവാൻ, അവന് വേണ്ടി ചില ചെയ്തെടുക്കുവാൻ അവൻ നമ്മെ ഉപയോഗിപ്പാൻ ശക്തനെന്ന് നമുക്കറിയാം. അവർ ലോകത്തിന് അറിയത്തില്ല. प्रियो, मैं आपसे कहना चाहूंगा, आपको शायद सबने बोला होगा कि ये किसी काम का नहीं है, लेकिन आपका परमेश्वर आपकी जिंदगी को रूपांतरित करना चाहता है. आपकी जिंदगी को बहुत देरों के लिए आशीष का कारण बनाकर एक सम्मान के स्थान के ऊपर आपका परमेश्वर पहुंचाना चाहता है. ഇനി കൽപ്പാത്രങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാം. अब इन पत्थर के बर्तनों का आप ध्यान दीजिए. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ കാല് കഴുകാൻ വേണ്ടി പുറത്തിട്ടിരിക്കുന്ന പത്രങ്ങൾ, बाहर पड़े हुए बर्तन जिसमें से पानी हाथ पैर धोने के लिए इस्तेमाल में लिया जाता था. വിരുന്നിന് വരുന്ന വിരുന്നുകാര് കിണറിന്റെ അവിടെ വന്ന് ഈ കൽപ്പാത്രങ്ങളിലെ വെള്ളം കോരി കാല് കഴുകിയിട്ടാണ് വിരുന്നിന് കയറുന്നത്. और अंदर आने वाले लोग इस मटके के पानी से पैर धोकर अंदर घुसते थे. ആ പാത്രത്തിൽ ആ വെള്ളം നിറച്ച് ശ്രേഷ്ഠകരമായ വീഞ്ഞാക്കി അവർ കൊടുക്കുന്നത്. और उन बर्तनों के अंदर पानी भरकर अच्छा दाखरस बनाकर यीशु ने दिया. അകത്തിരിക്കുന്നവരെ വിരുന്നുകാർ ആരെങ്കിലും ഈ കൽപ്പാത്രത്തിലെ വെള്ളമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവരാരും കുടിക്കത്തില്ലായിരുന്നു. अंदर बैठे हुए मेहमानों को यदि मालूम पड़ता कि इस मटकों में पानी भरा है तो कोई भी नहीं पीता. വേലക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ എവിടുന്നാ ഇത് വരുന്നെന്ന്. केवल सेवकों को मालूम है कि ये पानी कहाँ भरा है. പ്രിയമുള്ളവരെ, എന്നെ നിന്നെ ലോകം അറിയുന്നില്ല. ചിലപ്പോൾ എന്നെ നിന്നെ ചിലപ്പോൾ ലോകം മാനിച്ചില്ലെന്ന് വരാം, എന്നെ നിന്നെ ലോകം കണക്കാക്കിയില്ലെന്ന് വരാം. ഹല്ലേലൂയ. എന്നാൽ സ്വർഗം എന്നെ നിന്നെ മാനിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ ലോകത്തിൽ ആളുമാറിയവരെ പോലെ നമ്മെ ഉപയോഗിപ്പാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്നുള്ള കാര്യം ഈ പകലിൽ മറന്നു പോകരുത്. हमें इस बात को समझना, शायद संसार हमें अंगीकार नहीं करे, लेकिन परमेश्वर हमारे जीवन में कार्यों को करता है. वो अंगीकार करेगा और हमें उन्नत स्थानों पर पहुंचाएगा. ഈ കൽപ്പാത്രങ്ങളിൽ ശ്രേഷ്ഠകരമായ രുചികരമായ വീഞ്ഞാണിപ്പോൾ. अब इन पत्थर के मटकों में उत्तम दाखरस. വീട്ടുടവൻ എന്ത് ചെയ്യും? ഇത് പിന്നെ ആ കിണറ്റിൻകരയിൽ ഇട്ടേക്കുമോ? घर वाला क्या अब इन बर्तनों को बाहर डालेगा? കിണറ്റിൻകരയിൽ കിടക്കുന്ന കൽപ്പാത്രത്തിന് കോരിക്കൊടുത്ത വിരുന്നുകാരി ചിലപ്പോൾ അവർ അറിഞ്ഞാൽ കുടിക്കത്തില്ല. अगर लोगों को पहले से मालूम होता कि ये मटका बाहर वाला है तो शायद कोई नहीं पीता था. അപ്പൊ പിന്നെ വീട്ടുടവൻ എന്ത് ചെയ്യും? വീട്ടുടവന് വേലക്കാരോട് പറയും, വേഗത്തിൽ ഈ കൽപ്പാത്രങ്ങൾ എന്റെ കലവറയിലേക്ക് പ്രവേശിക്കട്ടെന്ന് പറയും. और घर का स्वामी क्या बोलेगा?
ये जो मटके बाहर है ना, अब ये बाहर नहीं रहेंगे, इनको उठाओ और घर के भीतर लेकर जाओ। ഇത്രയും നാൾ വരുന്നവരുടെ കാലും കയ്യും കഴുകാൻ ഉപയോഗിച്ചിരുന്ന നിസ്സാരമായിരുന്ന കൽപ്പാത്രങ്ങൾ ഇന്ന് അതേ യജമാനന്റെ കലവറയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് പോകുവാൻ അതിന് കഴിഞ്ഞത് ഇതിൽ ദൈവം തന്റെ വീഞ്ഞ് നിറച്ചത് കൊണ്ടാ. आप देखिए वह मटका जो बाहर पड़ा हुआ था, जिसके अंदर पानी भरकर हाथ पैरों को धोया जाता था, लेकिन घर के स्वामी ने उस मटकों को अंदर क्यों लेके चला गया? क्योंकि परमेश्वर ने वहां पर उस पानी को दाखरस में बदल दिया। ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് ചിലപ്പോൾ മാന്യത കണ്ടില്ലെന്ന് വരാം, ലോകത്തിന്റെ മുമ്പിൽ നാം ശ്രേഷ്ഠന്മാരല്ലെന്ന് വരാം, ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് ഒന്നുമില്ലാത്തവരെന്ന് വരാം. എന്നാൽ സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ അല്ലേലും ശ്രേഷ്ഠന്മാരായി മാന്യ പദവിയിലുള്ളവരാക്കി അവന്റെ കലവറയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന നാൾ അതേ സമീപമായിരിക്കുകയാണ്. देखिए संसार की दृष्टि में हम निकम्मे होंगे, हम खाली होंगे, लेकिन स्वर्ग कहता है मैं तुझे भरूंगा और एक सम्मानित स्थान पर मैं तुझे स्थापित करूंगा। ഇന്നലെ കഴിഞ്ഞ നിമിഷം വരെയും കിണറ്റിൻകരയിൽ ആർക്കും വേണ്ടാതെ കിടന്ന കൽപ്പാത്രങ്ങൾ ഇന്ന് യജമാനന്റെ കലവറയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. और वह मटके जो बाहर थे, स्वामी ने अब क्या कर दिया? अपने भंडार गृह के अंदर उन मटकों को स्थान दे दिया। കഴിഞ്ഞ കാലങ്ങൾ വരെയും ഈ ലോകത്തിന്റെ ചിന്താഗതിയിലോടി ഒന്നുമില്ലാത്തവരായി ശ്രേഷ്ഠതയില്ലാത്തവരായി മാന്യതയില്ലാത്തവരായി നടന്ന എന്നെ നിന്നെയും അവൻ നമ്മെ വീണ്ടെടുത്ത് നമ്മിൽ രുചികരമായ വീഞ്ഞിനെ പകർന്ന് നമ്മെ അവന്റെ കലവറയിൽ കയറ്റിയിരിക്കുകയാണ്. मैं और आप जो बाहर थे, लेकिन हमारे जीवन के अंदर एक अच्छा दाखरस, एक अच्छा स्वभाव डालकर अपने भंडार गृह में उसने मुझे और आपको स्थापित कर दिया। ആ കൽപ്പാത്രങ്ങളിൽ വീഞ്ഞു നിറഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനമുണ്ടായത്? और उन मटकों में दाखरस आने के कारण क्या लाभ हुआ? ആ വീട്ടുടയവന്റെ അപമാനം മാനമായി മാറ്റപ്പെട്ടു. उस मालिक की, उस घर के स्वामी की जो निंदा होनी थी, नाम धराई होनी थी, उसके स्थान पर वह उसके जीवन में सम्मान के अनुभव में വീഞ്ഞു രുചിച്ചവരെല്ലാം പറഞ്ഞു, ഇത്ര ശ്രേഷ്ഠകരമായ വീഞ്ഞ് ഇതുവരെ നീ എവിടാ വെച്ചിരുന്നത്, ഇതുവരെ ഇതെന്തുകൊണ്ട് വിളമ്പിയില്ലെന്ന് ചോദിക്കത്തക്കവണ്ണം ആ വീഞ്ഞ് രുചികരമായി മാറുവാനിടയായി തീർന്നു. और दाखरस जिन्होंने चखा वे पूछने लगे ये कहां पर छिपा के रखा था? ഈ ദൈവത്തിന്റെ ആത്മശക്തി എന്നിൽ നിന്നും പകർന്നു കഴിഞ്ഞാൽ, എന്നിൽ നിന്ന് ഈ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചു തുടങ്ങിയാൽ, എന്നിൽ നിന്നും ദൈവത്തിന്റെ കൃപയുടെ കരം നീട്ടി വിടുവിച്ചുകൊണ്ടിരുന്നാൽ, അല്ലേ നമ്മെ ആളുമാറി വരെ പോലാക്കി ജനത്തിന് നടുവിൽ ഉപയോഗിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. प्रियो, मेरे और आपके जीवन के अंदर प्रभु की आत्मा की सामर्थ जब उतर आएगी, हमें वो रूपांतरित कर देगा, एक अलग व्यक्तित्व के साथ में वो हमें स्थापित करेगा। ഇന്നലെ വരെ മനുഷ്യൻ മുമ്പിൽ നാം ഒന്നുമല്ലാത്തവരും നിസ്സാരന്മാരുമായിരുന്നിരിക്കാം, ഇപ്പോഴും മനുഷ്യൻ നമ്മെ നിസ്സാരന്മാരായി കാണുന്നുണ്ടായിരിക്കാം. എന്നാൽ സ്വർഗം നമ്മെ കാണുന്നത് ഹല്ലേലൂയ അവന്റെ ശ്രേഷ്ഠന്മാരായിട്ടാണ് നമ്മെ കാണുന്നത്. मनुष्यों के सामने शायद हम खाली होंगे, लेकिन स्वर्ग जब हमें देखता है, हमें एक उपयोगी पात्र के रूप में देखता है। മനുഷ്യൻ നിന്നെ മാനിക്കുന്നില്ലെങ്കിലും മാനിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. मनुष्य शायद तेरा आदर मान नहीं करे, लेकिन एक ऐसा परमेश्वर तेरे लिए है जो तेरा आदर मान करता है। इस बात को स्मरण करना है। ഒരു പക്ഷെങ്കിൽ നിന്റെ സമൂഹത്തിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ സഹോദരങ്ങളുടെ ഇടയിലോ നീ ഒരു മാനപാത്രമായിരിക്കയില്ല. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തനാണെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. और हो सकता है लोग तुझे सम्मान नहीं करते होंगे, लेकिन तू प्रभु पर आश्रित रहेगा, तेरे जीवन को प्रभु रूपांतरित करेगा, बहुत औरों के लिए तू आशीष का कारण बनेगा। ഒരു പക്ഷേ ഇന്ന് വരെയും ജനം നിന്നെ കണ്ടത് പുറംപറമ്പിൽ എറിയപ്പെട്ട് കിടന്ന കൽപ്പാത്രങ്ങളെ പോലെയാണെങ്കിൽ, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, ഇന്ന് നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ വീഞ്ഞാണ്. അത് മറ്റുള്ളവർ രുചി നോക്കുമ്പോൾ നിന്നെ പുകഴ്ത്തുവാൻ, നിന്നെ മാനിക്കുവാൻ ഇടയായി തീരും. हो सकता है तेरा जीवन किसी के लिए काम का नहीं होगा, लेकिन प्रभु का आत्मा तेरे जीवन में जब आएगा, नया सामर्थ तुझे देगा, तू बहुत देरों के लिए उनके जीवन में उनको तृप्त करने वाली एक अवस्था के अंदर तेरा परमेश्वर तुझे स्थापित करेगा। ലോകത്തിന്റെ ശ്രേഷ്ഠകരമായതൊക്കെ ചിലപ്പോൾ നമുക്ക് കണ്ടെന്ന് വരാം, ഉന്നത വിദ്യാഭ്യാസം നമുക്ക് കണ്ടെന്ന് വരാം, ധനത്തിന്റെ ശേഷിയുണ്ടെന്ന് വരാം, അങ്ങനെ വിവിധങ്ങളായ നിലയിൽ ജനത്തിന്റെ സമൂഹത്തിന് മാനിക്കുന്നവരാകാം. എന്നാൽ ദൈവസന്നിധി നിനക്ക് മാന്യതയുണ്ടോ എന്നുള്ള കാര്യം അത് ദൈവസന്നിധിയിലായിരുന്നെങ്കിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. और प्रियो, संसार की कई बातें मेरे और आपके पास में हो सकती है, लेकिन हमें यह समझना है जो स्थान प्रभु हमें देता है, जो सम्मान हमारा परमेश्वर हमें देता है, वो परमेश्वर ही की ओर से हमारे जीवन में हमें मिलता है। പുറംപരമ്പരയിൽ എറിയപ്പെട്ട് കിടന്നിരുന്ന കൽപ്പാത്രങ്ങൾ ഇന്നലെ വരെയും കഴിഞ്ഞ നിമിഷം വരെയും മനുഷ്യന്റെ കാല് കഴുകാൻ ഉപയോഗിച്ചിരുന്ന കൽപ്പാത്രങ്ങൾ
ആർക്കും വേണ്ടാതെ കിടന്ന കൽപ്പാത്രങ്ങൾ ഇന്ന് യജമാനന്റെ കലവറയിൽ അത് സുഖവാസം ചെയ്യുകയാണ്. Praise the घर के Lord. बाहर आंगन में पड़े हुए बर्तनों को परमेश्वर ने उनकी अवस्थाओं में रूपांतरण कर दिया. अब वे बाहर नहीं है, भीतर आ गए. അതിനകത്ത് ശ്രേഷ്ഠകരമായി ഇന്ന് വരെ മനുഷ്യൻ കുടിച്ചിട്ടില്ലാത്ത ശ്രേഷ്ഠകരമായ രുചികരമായ വീഞ്ഞ വഹിച്ചുകൊണ്ട് ആ പാത്രങ്ങൾ യജമാനന്റെ കലവറയ്ക്കുള്ളിൽ വിശ്രമിക്കുക. स्वामी के भंडार गृह के अंदर अब वो खाली बर्तन नहीं है, भरे हुए बर्तन है जिसमें अच्छा दाखरस है. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നിന്നെ ലോകം മാനിച്ചില്ല എന്ന് വരാം, ഇപ്പോഴും മാനിച്ചില്ലെന്ന് വരാം. എന്നാൽ ഈ ദൈവത്തിന്റെ കൃപയുടെ കരങ്ങൾ എന്നെ നിന്നെ തൊട്ട് ഹല്ലേലൂയ പുതിയ സൃഷ്ടിയാക്കിയിട്ടുണ്ടെങ്കിൽ, പുതിയ കൃപ എന്നിൽ നിന്ന് പകർന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നാം ദൈവത്തിന്റെ പ്രഭുക്കന്മാരായി വാഴുകയാണ്. प्रियो, जब प्रभु का आत्मा हमें स्पर्श करेगा, हमारा खालीपन चला जाएगा, एक नई सृष्टि के समान वो हमें पहुंचाएगा और हमारे जीवन के द्वारा परमेश्वर की महिमा प्रकट होगी. ഇന്നലെ വരെ ശ്രേഷ്ഠന്മാർ കാലി കഴിയ പാത്രമാണ്, എന്നാൽ ഇന്നത് കലവറയിൽ ഇരിക്കുമ്പോൾ പ്രഭുക്കന്മാർ കുടിക്കുന്ന വീഞ്ഞുമായി അത് കലവറയിൽ വിശ്രമിക്കുകയാണ്. कल तक वो बाहर था जहां पर श्रेष्ठ लोग अपने पैरों को धोने के लिए उसके अंदर के पानी का इस्तेमाल करते थे, लेकिन जब प्रभु ने उसके स्थान को बदल दिया, वो पैरों को धोने के लिए नहीं लेकिन उनकी प्यास को बुझाने के लिए ഇന്നലെ വരെ ഈ ലോകം നമ്മെ മാനിച്ചില്ല എങ്കിൽ, ഇന്നലെ വരെ ലോകം നമ്മെ നിസ്സാരന്മാരായി എണ്ണി തള്ളിക്കളഞ്ഞെങ്കിൽ, കൂട്ടുകാർ നമ്മെ തള്ളിക്കളഞ്ഞെങ്കിൽ, സ്വന്തക്കാരും വീട്ടുകാരും തള്ളിക്കളഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ ദൈവത്തിന്റെ അത്ഭുത കൃപ നിന്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്വർഗം നിന്നെ മാനിക്ക മാത്രമല്ല നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ ഉയർത്തി മാനിക്കുന്ന ദൈവം കൂടിയാണ്. और प्रियो, मैं वापस दोहराना चाहूंगा, समाज शायद हमें अकेला कर देगा, हमें अन्य लोग अकेले कर देंगे, लेकिन आपका परमेश्वर आपको स्थापित करेगा, आपको सम्मान देगा और आपको उचित स्थान पर वो पहुंचाएगा. അവൻ നിന്നെ കരം പിടിച്ച് ഉയർത്തിയാൽ ആർക്കും നിന്നെ താഴ്ത്തുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, നിസ്സാരന്മാരെന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞ സ്ഥാനത്തുനിന്ന് ബലമുള്ള കരം നിന്നെ പിടിച്ചുയർത്തി അവന്റെ പ്രഭുക്കന്മാരോട് കൂടി ഇരുത്തുന്ന ദൈവമാണ്. प्रियो, आपका परमेश्वर आपका हाथ पकड़कर यदि आपको उठाएगा, उस स्थान से कोई भी आपको नीचे नहीं ले जा सकता, क्योंकि परमेश्वर ने आपको उठाया है, परमेश्वर आपको बनाए रखेगा. ഈ ദൈവത്തെ പിൻപറ്റത് കൊണ്ട് ചിലപ്പോൾ ദേശത്ത് നീ അപമാനിക്കപ്പെട്ടെന്ന് വരാം, ബന്ധുക്കാരുടെ നടുവിൽ നീ ഉപേക്ഷിക്കപ്പെട്ടെന്ന് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ തന്നെ ബലമുള്ള കരങ്ങളാൽ നിന്നെ പിടിച്ചുയർത്തി ജനത്തിന് നടുവിൽ മാനിക്കുക തന്നെ ചെയ്യും. तू प्रभु के लिए खड़ा रहेगा. हो सकता है तेरा समाज, तेरा परिवार तुझे अकेला कर दे, लेकिन प्रभु का परमेश्वर तुझसे कहता है, मैंने पकड़ा है, मैं पहुंचाऊंगा, मैं स्थापित करूंगा, मैं त्यागूंगा नहीं. യജമാനന്റെ കലവറയിൽ വെള്ളി കൊണ്ടുള്ളതും ഓട് കൊണ്ടുള്ളതും സ്വർണം കൊണ്ടുള്ളതും കണ്ടേക്കാം പാത്രങ്ങൾ കാര്യമായിട്ടിരിക്കുമ്പോൾ, കൃപയില്ലാതിരിക്കുമ്പോൾ നീ മുറ്റത്ത് കിടന്നിരുന്ന കൽപ്പാത്രങ്ങൾ നിറഞ്ഞ വീഞ്ഞുമായി കലവറയിൽ വിലസുകയാണ്. Praise the Lord. और स्वामी के घर में सोने के बर्तन होंगे, चांदी के बर्तन होंगे, बहुमूल्य बर्तन होंगे, लेकिन जब वे बर्तन खाली पड़े हैं, ये पत्थर का बर्तन मुहामुह भरा हुआ है और उसमें से दाखरस लोगों को पहुंचाया जा रहा है. ശ്രേഷ്ഠന്മാർ ഹല്ലേലൂയ ദൈവരാജ്യത്തിന് കൊള്ളാത്തവരായി അവർ ലോകത്തിന് പിന്നാലെ ഓടി കൃപകളില്ലാത്തവരായി തീരുമ്പോൾ ഹല്ലേലൂയ നിസ്സാരന്മാരായിരുന്ന എന്നെ നിന്നെ വീണ്ടെടുത്ത് ആ പുതിയ കൃപ എന്റെ നിന്റെ മേൽ പകർന്ന് അവന്റെ കലവറയിൽ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. इस संसार में बहुत सारे बुद्धिमान और प्रभावशाली लोग जब संसार के लिए दौड़ रहे हैं, ऐसे समयों में जगत के मूर्खों को स्वर्ग ने चुन लिया है, अपनी आत्मा की सामर्थ को उनमें उंडेल दिया है और उनके द्वारा अपनी महिमा को परमेश्वर इंद्रियों में प्रकट कर रहा है. ലോകം നമ്മെ നിസ്സാരന്മാരായി എണ്ണി തള്ളിക്കളഞ്ഞു, ഒന്നുമില്ലാത്തവരെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു, ഇവരെന്തെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു, നമ്മുടെ ആരാധന നിന്ദിച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗം പറയുന്നു, എന്നെ നിന്നെ മാനിക്കുന്ന ഒരു നാളുണ്ട്, ആ നാള് സമീപമായിരിക്കുകയാണ്. प्रिय, हो सकता है संसार हमें अकेला कर देगा, संसार हमें निंदित करेगा, लेकिन स्वर्ग का परमेश्वर कहता है, मेरा समय आएगा, मैं तुझे पहुंचाऊंगा, मैं तुझे सम्मानित करूंगा. यह मेरी योजना है. നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ നീ സേവിക്കുന്ന ദൈവമെന്ന് ഈ പകൽക്കാലം അറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. और मुझे और आपको इंद्रियों में समझना है कि जिन्होंने हमारा अपमान किया, जिन्होंने हमें निंदित किया, उनके बीच में हमारा आदर मान करने वाला परमेश्वर है, मेरा और आपका परमेश्वर. ഇവിടെ കൽപ്പാത്രങ്ങളെ വെളിയിലിട്ടിരുന്നതുപോലെ നിസ്സാരമെന്ന് കണ്ട് തള്ളിക്കളഞ്ഞതുപോലെ ലോകം ചിലപ്പോൾ നമ്മെ നിസ്സാരന്മാരെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ അവസ്ഥയിൽ നിന്ന് അവൻ കരം പിടിച്ചുയർത്തി അവന്റെ മണിയറയിൽ
കലവറയിൽ അവന്റെ കലവറയിൽ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുക. देखिए बाहर पड़ा हुआ था, सबसे दूर था, लेकिन स्वर्ग ने जब अपनी दृष्टि उस पर की, उसका स्थान बदल गया, उसकी अवस्था बदल गई और परमेश्वर ने उसे आदर का बर्तन बना दिया. ഇന്നലെ വരെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് കരുതിയിരുന്ന അത് വെള്ളി കൊണ്ടുള്ളതും ഇരുമ്പ് കൊണ്ടുള്ളതും പൊന്നുകൊണ്ടുള്ള പാത്രങ്ങൾ അത് ശൂന്യമായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഓ കൽപാത്രങ്ങൾ, പുറത്ത് കിടന്ന കൽപാത്രങ്ങൾ നിറഞ്ഞ വീഞ്ഞുമായി, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞുമായി അത് കലവറയ്ക്കുള്ളിൽ വിലസുകയാണ്. कल तक जो बहुमूल्य धातु के बर्तन अंदर थे वे भरे हुए थे, लेकिन आज वे खाली है. और बाहर जो बर्तन जो खाली था वो भीतर आ गया है और वो लोगों के लिए उपयोगी बन गया है. ദൈവത്തിന്റെ മാനപാത്രങ്ങളായി എന്നെ നിന്നെ ഉപയോഗിപ്പാൻ ദൈവം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന്റെ പുതിയ പുതിയ കൃപകളാൽ ദിനംതോറും നിറച്ച് അത് ജനത്തിന്റെ നടുവിൽ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവമാണ് ഞാനും നീ സേവിക്കും ദൈവം എന്ന് അറിഞ്ഞുകൊള്ളണം. प्रियो, हमें याद रखना है कि जिस परमेश्वर की सेवा हम करते हैं वो परमेश्वर हमारा आदर मान करने वाला परमेश्वर. യെസ്, ഹല്ലേലൂയ. കൽപാത്രങ്ങളാണ് പുറത്ത് കിടന്നത്, ആർക്കും വേണ്ടാതിരുന്ന പാത്രമാ, വരുന്നവർ വിരുന്നുകാർ കാല് കഴുകുന്ന പാത്രമാ. എന്നാൽ ഇന്ന് അതിന്റെ സ്ഥിതി എവിടെന്നറിയാമോ? കലവറയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട സ്ഥാനത്ത് വീഞ്ഞു കൊടുക്കുന്ന, ശ്രേഷ്ഠമായ വീഞ്ഞു കൊടുക്കുന്നതായി അതവിടെ രൂപാന്തരപ്പെടുകയാണ്. बाहर पड़ा हुआ बर्तन था, लेकिन परमेश्वर ने उसकी हालात को बदल दिया. घर के भीतर वो बर्तन आ गया जहां पर बहुतेरों के लिए आशीष का कारण वो बर्तन बन रहा है. ഒരു പക്ഷെങ്കിൽ സമൂഹത്തിന്റെ നടുവിൽ, നിന്റെ ഭവനത്തിന്റെ നടുവിൽ, കുടുംബത്തിന്റെ നടുവിൽ, സഹോദരങ്ങളുടെ നടുവിൽ, അല്ലെ മാന്യ ജാതിക്കാരുടെ നടുവിലൊക്കെയും നീ തള്ളപ്പെട്ടവനായിരുന്നാലും ഇന്നലെ പകൽക്കാലം വിളിച്ചു പറയട്ടെ, സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നിന്മേൽ പകർന്നു കഴിയുമ്പോൾ നീ അവരുടെ നടുവിൽ മാന്യനായി മാറുകയാണ്. हो सकता है समूह ने, समाज ने, परिवार ने तुझे अकेला कर दिया होगा, लेकिन स्वर्ग के परमेश्वर की दृष्टि तुझ पर आ जाए तो तेरी अवस्थाओं को बदल देगा, एक नए स्थान में तुझे पदस्थापित वो कर देगा. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ ദൈവം എന്നെ മാനിച്ചു എന്ന് പറയുവാൻ? कितने लोग कह सकते हैं कि इस परमेश्वर ने मुझे बढ़ाया, इस परमेश्वर ने मुझे पहुंचाया. പ്രിയമുള്ളവരെ, ഓർത്തു നോക്കിയാൽ ഈ കലവറയ്ക്കുള്ളിൽ പ്രവേശിപ്പാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? स्मरण कीजिए, पीछे मुड़कर देखिए, क्या हम में योग्यता थी, क्या हम इस स्थान तक पहुंच सके? എനിക്കൊരു യോഗ്യതമില്ല, ഈ കലവറയിൽ നിൽക്കുവാൻ എനിക്കൊരു യോഗ്യതമില്ല. എന്നാൽ സ്വർഗം എന്നെ കണ്ടതുകൊണ്ട്, പുറംപറമ്പിൽ കിടന്നപ്പോൾ എന്നെ കണ്ടതുകൊണ്ട്, അവൻ എന്നെ കരം പിടിച്ച് അവന്റെ കലവറയ്ക്കുള്ളിൽ പ്രവേശിപ്പിച്ചത് കൊണ്ട് എനിക്കൊരു മാന്യത ലഭിച്ചു. प्रियो, मुझ में कोई योग्यता नहीं थी, लेकिन स्वर्ग ने मुझ पर दृष्टि की, मुझ पर अनुग्रह किया और मेरी हालात को बदला और मेरा जीवन लोगों के लिए उपयोगी हो पाया. Praise the Lord. हालेलुया. 1977 നായ്വാടയിലെ ആ വൃത്തികെട്ട ഭവനത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്റെ ദാസനും കുടുംബം കഷ്ടത നടുവിൽ ആ ഭവനത്തിൽ വാർക്കുമ്പോൾ ദൈവം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്ന് ലോകത്തിലെ ഒരു മനുഷ്യനും സ്വപ്നം പോലും കണ്ടിരുന്നില്ല. 1977 में नाईवाड़ा में जब हम रहते थे, वहां से प्रभु यहां तक हमें लेकर आएगा, किसी ने सपने में भी नहीं सोचा होगा. ഈ പുതുവീഞ്ഞ് എന്നിലും നിന്നിലും പകർന്നു കഴിഞ്ഞാൽ ഞാൻ നീയും ആളല്ലാത്തവരായ ആളുമാറിയവരെ പോലെ ഹല്ലേലൂയ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്ക് എന്നെ നിന്നെ കരം പിടിച്ച് നടത്തുവാൻ വിശ്വസ്തനാണ്. मेरे और आपके जीवन में जब वो दाखरस को उंडेल देता है, हमारी भी कह सकते हैं कि पहचान को वो रूपांतरित करके ऐसे स्थानों पर वो हमें खड़ा कर देता है. ഒരുപക്ഷെങ്കിൽ മനുഷ്യൻ നോക്കിയപ്പോൾ പുറംപറമ്പിൽ കിടന്ന കൽപാത്രങ്ങളാണ്, ആർക്കും വേണ്ടാതെ കിടന്ന കൽപാത്രങ്ങളാണ്. എന്നാൽ ഇത് ഇന്ന് അത് യജമാന്റെ കലവറയിൽ ശ്രേഷ്ഠമായ മാന്യമായ സ്ഥാനത്തെ പാത്രമിരിക്കുക. हो सकता है हम बाहर पड़े हुए लोग होंगे, लेकिन प्रभु अवस्थाओं को बदलेगा, प्रभु आदर के स्थान के ऊपर हमें स्थापित करेगा. ആ കൽപാത്രത്തിലെ ശ്രേഷ്ഠകരമായ വീഞ്ഞാണ് പ്രഭുക്കന്മാർ കുടിച്ചിട്ട് ചോദിച്ചത്, ഇതുവരെ നീ ഇതവിടെ പാത്തി വച്ചിരുന്നു എന്ന് ചോദിച്ചു. और उस मटके के अंदर से बने हुए दाखरस को पीने के बाद में लोगों ने पूछा, अच्छा दाखरस कहां पर छिपा कर ആ സാധാരണ ജനം ചെയ്യുന്ന നല്ല വീഞ്ഞ് ആദ്യം കൊടുക്കും, കുടിച്ചവരൊക്കെ ലഹരി പിടിച്ചതിന് ശേഷം അതല്ലാത്തത് കൊടുക്കും. എന്നാൽ നീ ഇത്രയും സമയമാറ്റും ഈ നല്ല വീഞ്ഞ് ഒളിപ്പിച്ചു വെച്ചോ എന്ന് വീട്ടിടോട് ചോദിക്കുകയാണ്. आमतौर पर लोग अच्छा दाखरस आरंभ में देते हैं, बाद में जो उसमें और पानी मिला कर देते हैं, लेकिन अच्छा दाखरस अंत तक कैसे बचा रह पाया? ഒരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, ഒരു കാലത്ത് എന്നെ നിന്നെ ലോകം മാനിച്ചില്ല, എന്നെ നിന്നെ ലോകം തള്ളിക്കളഞ്ഞു.
ഈ വിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്നവരെന്ന് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞൊരു കാലമുണ്ട്. എന്നാൽ ഇന്ന് നിന്നെ മാനിക്കുവാൻ സ്വർഗം നമുക്കൊരവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി തന്നു. प्रियो, एक जमाने में लोग हमें स्वीकारते नहीं थे, लेकिन आज लोगों के बीच में आदर के साथ में खड़े रहने का एक स्थान परमेश्वर ने मेरे और आपके जीवन में प्रदान किया. പുറംപറമ്പിൽ എറിയപ്പെട്ട് കിടന്നിരുന്ന കൽപ്പാത്രങ്ങൾ ഇന്ന് അനേകരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ശ്രേഷ്ഠകരമായ വീഞ്ഞുൾക്കൊള്ളുന്ന പാത്രങ്ങളായി മാറ്റപ്പെട്ടു. बाहर पड़े हुए बर्तनों को परमेश्वर ने आशीष के बर्तनों में रूपांतरित कर दिया. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രേഷ്ഠമെന്ന് കരുതി മാനിച്ചതൊക്കെ ഇന്ന് പുറത്താണ്, കാലുകിടക്കാണ്, അതിനകത്ത് ഒന്നുമില്ല. लेकिन पिछले दिनों में जो भरे हुए थे आज वे खाली पड़े हुए. എന്നാൽ പുറംപറമ്പിൽ കിടന്ന കൽപ്പാത്രങ്ങളായി എന്നിലും നിന്നിലും ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ കൃപ, അവന്റെ വാഗ്ദത്തങ്ങൾ പകർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നീയും ആളുകൾ മാറിയവരെ പോലെ മറ്റുള്ളവരെ രുചിപ്പിക്കുന്നവരായി തീർന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. हम जो बाहर थे, प्रभु का अनुग्रह हम पर हुआ, वो हमें भीतर लेकर आया और हमें बहुतेरों के सामने आशीष के बर्तन के रूप में खड़ा कर दिया. ഇപ്പോൾ കൽപ്പാത്രത്തിലെ വീഞ്ഞ് കുടിക്കുന്നവരൊക്കെ ചോദിക്കുക, ഇത്ര രുചികരമായ വീഞ്ഞ് നീ എവിടെ ഇതുവരെ ഒളിപ്പിച്ചു വെച്ചിരുന്നു? पत्थर के मटकों के पानी को पीने वाले लोग पूछ रहे, अब इतना अच्छा दाखरस कहाँ से लाया, इसका स्रोत क्या है? വെള്ളം കോരി നിറച്ച ബാല്യക്കാരും വീട്ടുടയനും യേശു കർത്താവും അല്ലാതെ ആർക്കും അറിയത്തില്ല ഇത് എവിടുന്നാ വന്നെന്ന്. उन सेवकों को और यीशु को छोड़कर किसी को नहीं मालूम इसका स्रोत कौन सा है. യേശു കർത്താവ് ഹല്ലേലൂയ ജനത്തിന്റെ അല്ലെ ഭവനത്തിന്റെ മാന്യത കാക്കുവാൻ, ആ ഭവനത്തിന്റെ ഹല്ലേലൂയ കഷ്ടത അപമാനം മാറ്റിക്കൊടുക്കുവാൻ, അവരുടെ നിന്ന മാറ്റിക്കൊടുക്കുവാൻ യേശുവോട് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. और यीशु मसीह ने क्या किया? एक अद्भुत कार्य किया ताकि उस भवन की लज्जा चली जाए. ലോകത്തിന്റെ ഞാൻ നീ നിന്ദിക്കപ്പെടുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ, എന്നെ നിന്നെ മാനിക്കുവാൻ വേണ്ടി ഒരു ദിവസം അവൻ ഒരുക്കിയിട്ടുണ്ട്. നിന്നിച്ച സ്ഥാനത്തിനെ കരം പിടിച്ച് ഉയർത്തുവാൻ എന്റെ ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്, ഒരു സ്ഥാനം ഒരുക്കിയിട്ടുണ്ട്, ഒരു ദിവസം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ദൈവത്തിന് മഹത്വം കരേറ്റുക. प्रिय, मुझे और आपको यह नहीं भूलना है, जिस परमेश्वर ने हमें भीतर लेकर आया है, उस प्रभु की महिमा करते हुए, उसका धन्यवाद देते हुए, उसकी आराधना करते हुए हमें जीवन यात्रा में आगे बढ़ना है. ഈ കൽപ്പാത്രത്തിന്റെ ഒരു അവസ്ഥയോടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ വിരാമം. एक बात और बोलकर मैं अपनी बात को विराम देना चाहूंगा. ഇതിനകത്ത് ഇപ്പോൾ നിറഞ്ഞ ശ്രേഷ്ഠകരമായ വീഞ്ഞിരിക്കുകയാണ്. अब इसमें अच्छा दाखरस भरा हुआ है ഇത് കോരുന്നതനുസരിച്ച് ഇതിനെ വീഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുക. और दाखरस जैसे जैसे लोगों को दिया जा रहा है ये कम हो रहा है. ഈ വീഞ്ഞ് തീരുന്നതനുസരിച്ച് അതിനകത്ത് നിറച്ചു കൊടുത്തില്ല എങ്കിൽ ആ കൽപ്പാത്രങ്ങളെ ഈ പഴയ സ്ഥാനത്തേക്ക് പോകേണ്ടി വരും. अगर ये दाखरस जिस बर्तन में है वहां से दाखरस निकाला जा रहा है, उसमें वापस दाखरस यदि नहीं भरा जाए तो कुछ समय बाद में ये भी खाली हो जाएगा, ये बाहर चला जाएगा. അതുകൊണ്ട് ഒരു കാര്യം നാം മറന്നു പോകരുത്, എന്നിലും നിന്നിലും ദൈവം പകർന്നിരിക്കുന്ന കൃപ നഷ്ടമാക്കി കളയരുത്. പ്രൈസ് ദി ലോർഡ്. प्रियो, हमें जो अनुग्रह प्रभु ने हम पर दिया है हमें वो व्यर्थ होने नहीं देना. എന്നിലും നിന്നിലും പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ അതൊരിക്കലും നഷ്ടമായി പോകുവാൻ അനുവദിക്കരുത്. जो अनुग्रह प्रभु ने हम पर किया है हम उसे हल्के में न ले. നഷ്ടമായി പോയാൽ നാം വീണ്ടും പുറംപറമ്പിൽ എറിയപ്പെടും. यदि हमने उसे व्यर्थ में ले लिया, हम भीतर तो आ गए थे लेकिन वापस हम बाहर चले जाए. യജമാനൻ കലവറയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് നിറഞ്ഞ പാത്രങ്ങളായി വീഞ്ഞുള്ള പാത്രങ്ങളായി കണ്ടില്ലെങ്കിൽ ആ പാത്രത്തിന്റെ ഗതി പുറത്താന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നാം മറക്കരുത്. स्वामी जब घर के भीतर आएगा, अगर बर्तन खाली है तो बर्तन को वापस बाहर भेज दिया जाएगा. इसलिए हमें अपने आप को जांचना है कि हमारा बर्तन भरा हुआ है या ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. എന്നിൽ നിന്നും ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി, ആ വീഞ്ഞിന്റെ നിറവ് എന്നിലും നിന്നിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നാം ശോധന ചെയ്യണം. പ്രൈസ്. आज सुबह हमें अपने आप को जांचना है, अपने आप को परखना है कि पवित्र आत्मा का वो सामर्थ्य वो हम में कितना तक है. എന്നിൽ നിന്ന് പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപ എനിക്കും നിനക്കും വേണ്ടി മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവരെ രുചിപ്പിക്കുന്നത് കൂടെ ആയിത്തീരണം. और यह केवल हमारे लिए नहीं है, बहुतेरों के आशीष के लिए है. ആ എന്നിൽ നിന്നിലും പ്രാർത്ഥിപ്പാനുള്ള കൃപ പകർന്നിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നിന്റെയും നിന്റെ കുടുംബത്തിനും വേണ്ടി മാത്രമുള്ളതല്ല, നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നീ സമയം കണ്ടെത്തണം. प्रार्थना करने का यदि अनुग्रह प्रभु ने हमें दिया है तो केवल हमारे परिवार तक सीमित रखने के लिए नहीं, लेकिन अन्य लोगों के लिए प्रार्थना करने के लिए हमें समयों को निकालना. നിന്റെ ജീവിതത്തിൽ ദൈവം നന്മ പകർന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെയും എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് മാത്രമല്ല, അത്
മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. यदि आपके जीवन में प्रभु ने आशीष दी है, केवल आपके परिवार तक रुकने के लिए नहीं, लेकिन अन्यों की आशीष के लिए भी आपको वो इस्तेमाल में लेना है. എനിക്കും നിനക്കും തന്നിരിക്കുന്ന ആത്മീയ കൃപകൾ അത് ഒതുക്കി വെച്ച് എനിക്കും നിനക്കും വേണ്ടി മാത്രം ഉപയോഗിക്കാനല്ല, നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി അത് കൊടുക്കുവാൻ ഞാൻ നീ और തയ്യാറായിരിക്കണം. जो आत्मिक आशीषें प्रभु ने हमें दी है, केवल अपने तक सीमित रखने के लिए नहीं, लेकिन अन्यों तक पहुंचाने के लिए परमेश्वर हमारी मदद करना चाहता है. ദിനംതോറും ഞാനും നീ സഹകരിക്കുന്ന അനേകരും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്നിൽ നിന്നിൽ പകർന്ന കൃപയെ അടക്കി വെക്കരുത്, അത് മറ്റുള്ളവരെ കൊഴുകുവാനിടയായി തീരണം. जो बातें प्रभु ने हमारे जीवन में दी है, परमेश्वर चाहता है उनका हम इस्तेमाल करें, ताकि वे लोग जो नाश की ओर जा रहे हैं, उनके जीवन को हम प्रभु के प्रेम की ओर आकर्षित कर सकें. എന്നിൽ നിന്നിൽ പകർന്ന കൃപ അവിടെ ഒതുക്കി നിർത്തുവാനല്ല, അത് മറ്റുള്ളവരെ കൊഴുകി ചെല്ലണം, അത് ഒഴുകി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതായി തീരണം, അനേകരെ ഇതിലേക്ക് കൊണ്ടുവരുന്നതായി തീരണം. और जो अनुग्रह प्रभु ने हम पर किया है, वो अनुग्रह अन्य लोगों के लिए आशीष का कारण बनना है. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും हमारे प्रभु का आगमन निकट है. ലോകത്തിന്റെ സംഭവങ്ങൾ അതെല്ലാം വിളിച്ചറിയിക്കുക. संसार की परिस्थितियां हालात वो बता रही है. കഴിഞ്ഞ കാലങ്ങളിൽ നാം ജീവിച്ചതുപോലെ ഇവിടെ സന്തോഷമായി ആനന്ദമായി അങ്ങനെ ഉണ്ടും കൊടുത്തും നമുക്കിവിടെ ജീവിക്കാമെന്ന് നാം കരുതരുത്. आप ऐसा मत सोचना कि आने वाले दिन बहुत सुखद होने जा रहे हैं, ऐसा मत सोचना. വരുന്ന സമയം നമുക്ക് ചിലപ്പോൾ സഹിപ്പാൻ കഴിയാത്ത ദിവസങ്ങളായി ചിലപ്പോൾ മാറ്റപ്പെട്ടേക്കാം. എന്നാൽ അതിനു മുമ്പേ നമ്മുടെ കർത്താവ് മധ്യാകാശങ്ങളിൽ എഴുന്നള്ളാൻ പോകുകയാണ്. और इन विपरीत परिस्थितियों के बीच में हमारा ध्यान प्रभु के आगमन की ओर हमें केंद्रित करना है कि प्रभु का आगमन अति निकट आ पहुंचा. കാഹളം ധ്വനിക്കാൻ സമയമായി, നാം ആരും നഷ്ടപ്പെട്ടു പോകരുത്. और तुरही फूंकी जाएगी, हम में से कोई पीछे न रह जाए. എങ്ങനെ എവിടെ ഇരിക്കുന്നുവോ അതുപോലെ മുഖാമുഖം കാണേണ്ടതിനും, അതുപോലെ ഹല്ലേലൂയ കാഹളം ധ്വനിക്കുമ്പോൾ നാം രൂപാന്തരദേഹികളായി പറന്ന് നമ്മുടെ ഉടയവന്റെ അടുത്ത് എത്തിച്ചേരുവാൻ ഇവിടെ ആകേണ്ടതിന് നമ്മുടെ ജീവിതത്തെ വളരെ കരുതലോടെ കാത്തുകൊള്ളണം. प्रियो, हमें इंद्रों में तैयारी के साथ में रहना है. जब उसका आगमन होगा, हम यहाँ से उठाए जाने हैं और उसके सम्मुख पहुंचाए जाने हैं. എത്ര പേർക്ക് സന്തോഷമുണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു പോയി. कितने लोग इस बात से आनंदित है कि मेरे प्रभु का आगमन ലോകത്തിന്റെ निकट है. സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുകയാണ്. संसार की गतिविधियां इस बात की ओर इंगित करती है. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളെ പോലെ നമുക്ക് മുന്നോട്ട് സന്തോഷമായി പോകാമെന്ന് ആരും വിചാരിക്കരുത്. जैसे अभी तक हम करते आए हैं, शायद हम वैसा आगे नहीं चल पाएंगे. ദുർഘടമേടുകൾ മുമ്പിൽ വരാൻ പോകുകയാണ്. समस्याएं सामने आएगी, അതിനെ തരണം ചെയ്യണമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഉറപ്പ് പ്രാപിക്കണം. लेकिन उसका सामना करना है, प्रभु से एक नया बल आज की सुबह पाना है. ഇന്ന് വചനം കേട്ട ദൈവജനങ്ങൾ തങ്ങളെ തന്നെ ശോധന ചെയ്യണം. എന്നിൽ പകർന്നിരിക്കുന്ന വീഞ്ഞ് അത് മറ്റുള്ളവരെ രസിപ്പിക്കുന്നതാണോ, അത് ഞാൻ മാത്രം ഉപയോഗിക്കുന്നതാണോ എന്ന് നാം ശോധന ചെയ്യണം. और हमें अपने आप को परखना है कि मेरे जीवन में जो आत्मिक अनुभव दिए हैं, क्या मैंने उसे अपने आप तक सीमित करके रखा है या अन्यों तक मैं उसे पहुंचा पा रहा നമ്മിൽ हूं. പകർന്നിരിക്കുന്ന കൃപ മറ്റുള്ളവരിലേക്ക് പകരാൻ പ്രിയമുള്ളവരെ. जो प्रभु ने हम में दिया है, हम अन्यों तक पहुंचा. മറ്റുള്ളവരെ ഈ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാം. इस प्रेम को अन्यों तक हम पहुंचाए. അതേ കാഹളം ധ്വനിക്കാൻ സമയമായി. तुरही फूंकने का समय आ गया. അടുത്ത നിമിഷം അത് ചിലപ്പോൾ ഉണ്ടായേക്കാം. हो सकता है अगले पल वो फूंकी जाए. അങ്ങനെയാണെങ്കിൽ രൂപാന്തരം പ്രാപിച്ചവരായി അതെ നാം ഇവിടെ കർത്തൃസേന എടുക്കുമ്പോൾ നമ്മോട് കൂടെ മറ്റു പലരും ഉണ്ടാകണം. പ്രൈസ് ദി यदि ലോർഡ്. ऐसा है तो उस रूपांतरण का अनुभव पाने के लिए हमें इंद्रों में अपने आप को तैयार करना है, अन्यों को भी तैयार करना है. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ കടന്നുപോയി, സർവീസുള്ള ബന്ധത്തിൽ കടന്നുപോയെങ്കിലും സർവീസ് രാജിവെച്ച കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി ഇന്ന് കേരളത്തിന്റെ അനേക ഗ്രാമങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു, അനേകരെ ദൈവത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. और मैं नौकरी करता था, प्रभु ने मुझे बोला नौकरी छोड़ने को, वो छोड़कर मैं आज प्रभु की सेवा केरल में कई जगहों में कर रहा हूं. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെട്ടു, നാം ദൈവത്തിന്റെ അവകാശികളായി തീർന്ന പോരാ, നമ്മുടെ കൂട്ടു സഹോദരങ്ങളുടെ കൂടെ ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ യോഗ്യരായി. हम उद्धार के अनुभव में आए, वहां पर अपने आप को सीमित नहीं रखना है, हमें अन्य लोगों के लिए भी आशीष का कारण बनना जरूरी है. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ ഒരുങ്ങാം, അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി ദൈവമേ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കുവാൻ और ആഗ്രഹിക്കുന്നു. उसके लिए प्रभु हमारी सहायता करने पाए. എന്നെ കേട്ട എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്നെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളിവിടെ ഉണ്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. സമയം അനുവദിച്ച കർത്താവിന്റെ ദാസനോട് നന്ദി പറയുന്നു. आपकी प्रार्थनाओं को मैं चाहता हूं, हमारे लिए भी आप प्रार्थना करें. आप सभी को धन्यवाद.